എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ദൃശ്യം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. അടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. വിനയാനപ്പെട്ടവേ ആമേൻ. പ്രപറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഉദരഫലമായ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പോഴണമെന്ന സമയത്തും പരിശുദ്ധ സഭയെ മണവാട്ടിയായി സ്വീകരിച്ച ഞങ്ങളുടെ മണവാളനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നന്ദിയോടെ അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകളായി ഭവനം ഈ ദിവസത്തിനായി കാത്തിരുന്നപ്പോൾ നല്ലൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ പിറന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ തമ്പുരാനെ ഇന്ന് നടക്കുന്ന വിവാഹ കൂദാശയെ തിരുസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ഏകനായിരിക്കും അന്നല്ല എന്ന് മനസ്സിലാക്കി അവന് തക്കതായ തുണയെ കൊടുത്തതുപോലെ തമ്പുരാനെ നിന്റെ മക്കളെ കുടുംബജീവിതത്തിലൂടെ ഒരുമിപ്പിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കുടുംബജീവിതത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച നാഥ, നിന്റെ മക്കളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ജീവിതത്തിന്റെ അന്ത്യത്തോളമുള്ള ഈ ഉടമ്പടി കർത്താവെ ഇന്ന് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നാഥ, ക്രിസ്തീയ സാക്ഷ്യമുള്ള കുടുംബത്തിന്റെ ദമ്പതികളായി ജീവിക്കുവാൻ നിന്റെ ദാസരെ അവിടുന്ന് അന്ത്യത്തോളം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന നിന്റെ മകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്നയോളം ഈ ദിവസം വരെയും കാത്തുപരിപാലിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. സഹോദരിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായ, അയൽക്കാരായ, സുഹൃത്തുക്കളായി, സ്നേഹിതരായി ഈ ഭവനത്തിലേക്ക് ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ കൂടിവരവ് തിരുനാമ മഹത്വത്തിന് ഉതകുമാറാകണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതിനില്ലല്ലോ. തമ്പുരാനെ, കഴിഞ്ഞ ദിവസം ദൈവമേ അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കിയെടുത്ത തീരുമാനങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം കൂട്ടായിട്ടിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖനാവിലെ കല്യാണ ഭവനത്തിൽ അവിടേക്ക് എഴുന്നള്ളി വന്ന് കർത്താവെ സൽക്കാരങ്ങളെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിച്ചതുപോലെ
ഇന്ന് നടക്കുന്ന എല്ലാ സൽക്കാരങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ അവിടുത്തെ സാന്നിധ്യം കൂട്ടായിട്ടിരിക്കുമാറാകണമേ. എത്തേണ്ട സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേർന്ന് സന്തോഷപൂർവ്വ കാര്യങ്ങളിലെല്ലാം പങ്കുകൊണ്ട് സമാധാനത്തോടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ നിന്റെ ദാസരയോട് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിജയശ്രീപാടിയങ്ങൾക്ക് കാവലായിരിക്കണമേ. പിതയിൽ പരിശുദ്ധന്റെ മധ്യസ്ഥത കോട്ടയായിരിക്കണമേ. ഞങ്ങൾ ചോദിക്കുന്നതിന് അപ്പുറമായ ദാനങ്ങളെ കൊണ്ട് അവിടെ നിറച്ചുകൊള്ളണമേ. പ്രത്യേകമായി ഞങ്ങൾ വാങ്ങിപ്പോയ മാതാപിതാക്കളെ ഓർക്കുന്നു. ഇമ്പങ്ങളുടെ പരദീസരോട് ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസം തമ്പുരാനെ വിവാഹ കൂദാശയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നിന്റെ മകളുടെ മേലും നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകന്റെ മേലും ഇരു കുടുംബങ്ങളുടെ മേലും ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ അയൽക്കാർ ഏവരുടെ മേലും സത്യവിശ്വാസപൂർണ്ണങ്ങൾ വാങ്ങിപ്പോയ സകല പരേതാത്മാക്കളുടെ മേലും എല്ലായ്പ്പോഴും കൊണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ കുടുംബത്തിലായിരിക്കുന്നത്. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ദക്ഷിണ കൊടുക്കുകയും ഭവനത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുകയാണ്. പ്രത്യേകമായി മെറീന വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഓരോരുത്തരും ഈ വിവാഹ കർമ്മത്തിന് സാക്ഷികളാകുവാനും പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മകളെ കുടുംബത്തെ ആശംസകൾ അറിയിക്കുവാനുമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ക്ഷണിതാക്കളായി കടന്നു വന്ന ഇന്നത്തെ വിവാഹത്തിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും മെറീനെയും കുടുംബത്തെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ട മകളെയും മകൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഷാജ്സൺ എന്ന മകനെയും കുടുംബത്തെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമുക്കറിയാം, കാവൽ മാലാഖമാരുടെ സംരക്ഷണം നിരന്തരം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഓരോ യാത്രയിലും ആപത്ത് കൂടാതെ, അനർത്ഥങ്ങൾ കൂടാതെ, രോഗങ്ങൾ കൂടാതെ വിവാഹം സംബന്ധിച്ച് തിരികെ നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷത്തോടു കൂടി എത്തുവാൻ, പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുന്ന മക്കൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ സംരക്ഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായി ഈ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ വിവാഹ ശുശ്രൂഷയെ, യാത്രയിലായിരിക്കുന്ന സകലരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. ഒന്നിനും വരുവാനിരിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. ആവേളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കും. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുണ്ടെന്നാൽ രാജ്യവും ശക്തിയും നീക്ക് നിനക്കുള്ളതാകുന്നു. നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവേ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ബലഹീനന്മാരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. വിശുദ്ധ സഭയിൽ വിവാഹ കൂദാശ സ്ഥാപിച്ച സത്യമണവാളനായ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ ഈ മകളുടെ വിവാഹത്തിന് നീ മധ്യസ്ഥനായിരിക്കണമേ. ഈ നിന്റെ മകൾക്ക് വിട്ടുപിരിയാത്ത വാഴ്വും സഹായവും ജീവിത വിശുദ്ധിയും ദൈവഭക്തിയും നൽകണമേ. ഞങ്ങളുടെ ഈ മകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകനെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ.
നിന്റെ തിരുസാന്നിധ്യത്താൽ ഇവരുടെ ജീവിതത്തെ അലങ്കരിക്കണമേ. നസ്രത്തിലെ തിരുകുടുംബത്തിലെ പോലെ സ്നേഹവും ത്യാഗവും ആനന്ദവും സമാധാനവും വിശുദ്ധിയും നിറഞ്ഞ കുടുംബജീവിതം നിന്റെ ഈ മക്കൾക്ക് നീ പ്രദാനം ചെയ്യണമേ. പരസ്പര വിശ്വാസവും സഹകരണ ബുദ്ധിയും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. അബ്രഹാമിനെ പോലെയും സാറായെ പോലെയും ഇവർ നിന്റെ സൃഷ്ടികർമ്മങ്ങളിൽ പങ്കാളികളായി തലമുറകൾക്ക് ഭാഗ്യമുള്ളവരായി തീരണമേ. കർത്താവേ, ഈ വിവാഹത്തിനായി അടുത്തു വന്നിരിക്കുന്ന ഇരു കുടുംബങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ വിവാഹം വഴി ഇരു കുടുംബങ്ങളും സന്തോഷത്തിലും ഐക്യത്തിലും വർദ്ധിക്കണമേ. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മകന് നിന്റെ കൃപ അനുഭവിക്കുവാനിടയാക്കണമേ. അദൃശ്യമായിരിക്കുന്ന നിന്റെ തൃക്കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ സ്ലീബായാൽ കാത്തു സൂക്ഷിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. വിവാഹത്തിന് അടുത്തു വന്നിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ സകല ബന്ധുക്കളെയും ചാർച്ചക്കാരെയും സകലരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ യാത്ര തിരിക്കുന്ന ഈ നിമിഷം മുതൽ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഈ വിവാഹത്തിനു വേണ്ടി ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന സകലരെയും, പ്രത്യേകിച്ച് വരനെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും നീ സംരക്ഷിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതനായ കർത്താവേ, ഞങ്ങളുടെ വിവാഹ ആശീർവാദത്തിലും ആഘോഷത്തിലും സൽക്കാരങ്ങളിലും നീ കൂടെ ആയിരിക്കണമേ. എല്ലാവിധ ആവശ്യങ്ങളും നീ മുൻകൂട്ടി കണ്ട് കുറവുകൾ പരിഹരിക്കണമേ. ആയത് കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതനായിരുന്നു കൊണ്ട് ആ ഭവനത്തിൻ്റെ ആവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ തന്നെ മോറൻ വാലോഹാൻ ലവൽമിൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നമ്മുടെ ഓരോരുത്തരുടെ മേലും, പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന കൂദാശയുടെ മേലും നമ്മുടെ യാത്രയുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമെൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും. കൂദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് ഷാജിസന്റെ വികാരിയച്ഛനായിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ അരീക്കൽ അച്ഛനാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ, കത്തോലിക്ക വിശ്വാസത്തിലുള്ള സാക്ഷികൾ ഏറ്റവും മുൻപോട്ട് കടന്നു വന്ന് നിൽക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.
പ്രിയമുള്ളവരെ, ഈ കൂദാശ മലങ്കര അന്ത്യോക്യൻ ആരാധനാക്രമം അനുസരിച്ചാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് 2 ശുശ്രൂഷകളാണ് ഇതിന് പ്രധാനമായും ഉള്ളത്. ഒന്ന്, മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ, പരസ്പരം മനസ്സ് കൈമാറിക്കൊണ്ട് മോതിരം കൈമാറുന്ന ശുശ്രൂഷയാണ് അത്. രണ്ടാമത്തെ ശുശ്രൂഷ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. പ്രത്യേകമായി കുടുംബജീവിതത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി പ്രിയപ്പെട്ട ഈ പ്രതിശ്രുത വരനെയും വധുവിനെയും അവരോധിക്കുന്ന ശുശ്രൂഷയാണ് ഇത്. ഈ ശുശ്രൂഷയിൽ ഏറെ ഭയഭക്തിയോടുകൂടി ദൈവത്തിരുസന്നിധിയിൽ ഈ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശിവഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവപുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇവിടെ സമ്മതം ചോദിക്കുന്ന കർമ്മമാണ് സാക്ഷികളായിട്ട്. കർത്താവിൽ പ്രിയ മകനായ ഷായ്സൻ, നിന്റെ അടുക്കൽ നിൽക്കുന്ന മെറീന അസജിയെ ക്രിസ്തീയ പ്രമാണങ്ങളും കത്തോലിക്ക തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതം. സാക്ഷികളായിട്ട്. കർത്താവിൽ പ്രിയ മകളായ മെറീന സജി, നിന്റെ അടുക്കൽ നിൽക്കുന്ന ഷായ്സൻ സജിയെ ക്രിസ്തീയ പ്രമാണങ്ങളും കത്തോലിക്ക തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും അതിനാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. അവിടുത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠനുമായി തീരണമേ. അങ്ങയോട് മാർദ്ദിമല്ല അവിടുത്തെ പ്രസാദിപ്പിച്ച എല്ലാ സദവിശുദ്ധരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും അവിടുത്തെ വാത്സല്യഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കും. മോറൻ വാലോകാലോൽമീ.
വാസികളെ ആമോദിപ്പിച്ചു ഭക്തർ കരുളുക കരുണാകെ മിശിഹ സന്തോഷം തിരുസഭയെ മഷിതരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും ബാരിക്കുമോ ശുഭഹോല ബോലബറോവൽ റൂഹോ കാദീശോ മൂലം നാദാമുൽ മൂലം നീനാമി മാനവരൊപ്പം മാനവരും വാഴ്ത്തി പാടിയിടും നാദാത്മജരും തുതിശായ ത്രിത്വം ആരാധ്യം. പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. മോറൻ വാലോഹാൻ ലൗൽമിൻ. മനമേ സത്വജനമോദിത്തിടുക വിവരിക്കൂന്നെ നൃപനോടൻ കൃതികൾ അനുഗ്രഹങ്ങളും ദൈവം യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനുശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രജാതികളെ പുത്രിയെ തിരികെ സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്ങൾ നമ്മളെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി.
അവൻ ഭൗമിക സഭയുമായി നിശ്ചയം ചെയ്ത സ്വയം അവൾ കേവലനായി തീരുകയും അശുദ്ധ വിശാലികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹവിരുന്നിന് സകല വിജാതികളെയും സുജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീയന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കുന്ന ഈ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ഇഷ്ടാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനു പരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള പൂർവനും അനാദിത്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയ്ക്ക് നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മികളാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനങ്ങളാൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് പരിശുദ്ധ സ്നേഹന്മാർ മുഖേന നീ അവളെ പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവർത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശിസുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുൻപാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാപങ്ങളുടെ മോചനം രണ്ടിലാങ്ങളും നാം പ്രാപിക്കട്ടെ. പതിവ്രതയാ പരിപാവന സഭൈ വാനോൻ കാന്തൻ വരണം ചെയ്തു. ഭവനാധിപനായി Amen.
പതിവ്രതയായതിനാൽ നിന്നെ ഞാനും കൈവിടുകയില്ല. ആരും വാനുമടിഞ്ഞാലും നിഷ്ഠയും നർമ്മല്യമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സത്യമണവാള, അവിടുത്തെ പ്രാഭവത്തിന് മുൻപിൽ നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ അവിടുത്തെ സർവരസ്പരം വിവാഹ നിശ്ചയം ചെയ്ത് അവിടുത്തെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടിയുടെ ഹൃദയപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും അവിടുന്ന് ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിനുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഉറങ്ങിക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. പകലും സനാതനമായ പ്രയാലും ഈ മോചനങ്ങൾ ആശ്രവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോചനങ്ങൾ ആശ്രവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹ തന്റെ വലതുകൈ കരുണാപൂർവ്വത്തിങ്കിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെയും മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ ആ വലതുകൈ നിന്നോടുകൂടെയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹ തന്റെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. സഭയുടെ സന്തോഷത്തെ തന്റെ തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലിലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. ദൈവമായ കർത്താവേ, പരിപാലനയാൽ ഇവരെ നീ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യണമേ. ഇസഹാക്കിന്റെ റബേക്കായുടെ വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കണമേ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യണമേ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിന് ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന സിയാലങ്ങളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായി ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ.
അവിടുത്തെ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ലീബായാലി മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും അവിടുത്തെ കരുണ വർഷിക്കണമേ. സഭയാം അത്യുന്നതനുടെ മണവാട്ടി വന്നു വിവാഹം ചെയ്തോരേ ഞാനിത വന്നിച്ചിടുന്നു. മോതിരമായ താതനികേതം ഞാൻ പൂകി വിട്ടിടാം ഞാൻ ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. കർത്താവിന്റെ ജയമുള്ള സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. മോതിരം വാഴുവിന്റെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചു. മോതിരം എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യവും അന്തവും ഇല്ലാത്ത ഒന്നാണ്. ഇവിടെ തുടങ്ങിയെന്നോ ഇവിടെ അവസാനിക്കുന്നോ അറിയത്തില്ല. ഇതുപോലെ ഇവരുടെ ബന്ധം എത്രമാത്രം അനുഗ്രഹമായി ദൈവം നിശ്ചയിക്കുന്നത് പോലെ അനന്തമായി ഇവരുടെ കുടുംബ ജീവിതം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി ഇപ്പോൾ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. പ്രാർത്ഥിച്ച് കുരിശ് അവരുടെ തലയ്ക്ക് മുൻപിൽ വെച്ച് വാനിൽ നിന്ന് ഒരു മകടം എന്ന പാട്ട് ചൊല്ലി അവരെ ആശീർവദിക്കുന്ന കർമ്മമാണ്. ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട്, പണ്ടൊക്കെ രാജാവ് രാജ്ഞി എന്ന് പറയുന്നത് പോലെ അവരെ പ്രധാനപ്പെട്ട വ്യക്തികളായി കുടുംബത്തിൽ അവരെ വാഴിക്കുന്നതിനുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ ചടങ്ങ് വഴി നിർവഹിക്കുന്നത്. അതായതായിട്ട് എല്ലാ ദൈവാനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും സ്ഥിരപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും മനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദയ
കൃപയാ ദാസരെ വാഴ്ത്തട്ടെ നാഥാ, ദയ ചെയ്തിടണമേ. യാക്കോബാകെ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ നാഥാ, ദയ ചെയ്തിടണമേ. ബാരക്കുമോ Subhola bole barol ro kadisho മൂലം വാദാമുൽ മൂലം ഉൾനീനാമേ. യൗസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ നാഥാ, ദയ ചെയ്തിടണമേ. പലപ്പോഴും ഈ ദാസനെ അവിടുത്തെ നൽവനങ്ങളെ സമർത്ഥി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. അവിടുത്തെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും അങ്ങേക്കും സ്ഥിരമാടുകയും തിരുസന്നിധി ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ശക്തിയിലരച്ച് മോദിക്കുന്ന രക്ഷയിലവനേറ്റം തോഷിക്കും. അവനോടും ജീവനിലെത്തു ഹല്ലേലൂയ ഹല്ലേലൂയ ദീർഘായുസ്സുനീ അവനീകി ബാരക്കുമോ മൂലം വാദാമുൽ മൂലം ഉൾനീനാമേ. തിരുസഭയെ മേൽ സ്വർഗ്ഗത്തിൽ മണവറവിൽ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം മേലുയരത്തിൽ നിന്നേറ്റി ശക്തഗണങ്ങൾ ദൂതരിവർക്കെല്ലാം മേലാക്കി. ബർഗ്മോർ സ്തോമൻ കാലൂസ് കുറിയായിസു. പറഞ്ഞുപോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ ഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വർഗീയരും ഭൗമികരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. നിന്നെ മഹത്വപ്പെടുത്തുകയും മകോന്നതങ്ങളിൽ അഗ്നിവന്മാർ ഗണങ്ങൾ അവിടുത്തെ പ്രാഭവത്തിൽ ഭയചകിതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ അവിടുത്തെ കരുണയുടെയും നിശീവമായ അവിടുത്തെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികൾ ഞങ്ങൾക്ക് വേണ്ടത് അവിടുത്തോട് യാചിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ അവിടുന്ന് ഉത്സവനാകുന്നു.
ശിക്ഷാർഹരോട് പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും അവിടുത്തെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി അവിടുത്തെ കരുണയുടെ നെറ്റിലും ദയയിലും തണലിലും സങ്കടം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവർത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്ന നേർപ്പാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്നകന്നവരുമായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വകുല ശുഭാൻ ലവൽ മിൻ. പാപങ്ങളുടെ മോചനം രണ്ട് ലോകങ്ങളും നാം പ്രാപിക്കട്ടെ. സുന്ദരികളിലും സുന്ദരി നീ, ജാതികളിൻ സുന്ദരി. സഭയിലമനൊന്നേനി മലിനത തീണ്ടാത്തു. ബന്ധിതമൂലം അവതന്നിടയിൽ ലേശം പഴുതില്ല. നിക്ഷേപിക്കപ്പെട്ട വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റി മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, യേശുകർണാവരം സ്വീകരിച്ച് അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായ അവിടുത്തെ വരുതുകൈ ഇവരിൽ ആവശ്യപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും അവിടുത്തെ വലുത് ഭാഗത്തു നിന്നുകൊണ്ട് അവിടുത്തെ കാര്യം ദർശിക്കുകയും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യയെ നിങ്ങൾ കർത്താവിനെ പോലെ ഭർത്താക്കന്മാരെ വിധേയരായിരിക്കുകയും എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെ തന്നെയാണ് തന്റെ ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് മെഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി
ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുള്ളവളോ ഇല്ലാത്ത. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. സഭ എന്ന പോലെ അവർ തന്നെ പരിശോഭിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്റെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യ അവന്റെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാലക്മോൻ. ശക്തിയിലരച്ച് മോദിക്കുന്ന നിക്ഷയിലവനേക്ക് തൂഷിക്കും. നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന കർത്താവിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിൽ നിങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിനെയും രക്ഷയും അറിയിച്ച വിശുദ്ധാമത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരം സ്വീകരിച്ചവൻ നമ്മുടെ കർത്താവിയമായ ശിവശിയായുടെ പരിസ്ഥിതി ജീവിതകാലത്തിൽ പ്രകാരം അരുളിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലാവിട്ട് യോർദാനക്കരയും യൂദയായുടെ അതിർത്തിയെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരീസയർ അടുത്ത് എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഇന്നത്തെ ഈ വിവാഹ കൂദാശയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ജോൺ അരീക്കലച്ചൻ, വിശിഷ്ട വ്യക്തിത്വങ്ങളായി ദൈവത്തിൻ്റെ മുൻപിലും നമ്മുടെ മുൻപിലും ആയിരിക്കുന്ന പ്രതിശ്രുത വരനായിരിക്കുന്ന ഷാജ്സൺ, വധുവായിരിക്കുന്ന മറീന, ബന്ധുമിത്രാദികളെ, ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിവാഹം എന്നുള്ള കൂദാശ സ്വർഗത്തിലാണ് ആശീർവദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സ്വർഗീയ അനുഭവത്തിൻ്റെ മധ്യത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പരിശുദ്ധ ഏവങ്കേലിയോന്റെ വായനയ്ക്ക് ശേഷം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുവാൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ, വിവാഹം എന്താണ്, അത് എങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ മക്കൾക്ക് ആശംസകൾ നേരുവാൻ ആഗ്രഹിക്കുന്നു. നാം വായിച്ചു കേട്ട വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം
19 അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗമാണ്. കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരീശന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ കർത്താവെ എന്ന്. നമ്മുടെ ഈ കൂട്ടത്തിൽ വിവാഹം കഴിച്ചവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഭാര്യമാർ കൂടെയുള്ളവരുണ്ട്, ഭർത്താക്കന്മാർ കൂടെയുള്ളവരുണ്ട്, കൂടെ ഇല്ലാത്തവരുമുണ്ട്. നമ്മളെല്ലാവരും വിചിന്തനം ചെയ്യേണ്ടത്, ഇന്ന് ലോകത്തിന് മുഴുവൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്: എനിക്ക് ഭാര്യയെ, എനിക്ക് എൻ്റെ ഭർത്താവിനെ അത്ര പെട്ടെന്ന് ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ വചനം പറയുന്നത് പറ്റില്ല, ഇമ്മണി പാടാണ്. നിങ്ങൾ ചേർന്ന് തീരുമാനമെടുത്ത് ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ച് ദൈവ തിരുമുമ്പിൽ വെച്ച് തന്നെ വിവാഹം ആശീർവദിക്കപ്പെട്ടാൽ പിന്നീട് അവിടെ നമ്മോട്ട് ആ ബന്ധത്തെ പിരിക്കുവാൻ പാടാണ്. ബന്ധമില്ലാതെ ജീവിക്കുവാൻ പ്രയാസമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കാതിരിക്കട്ടെ. അപ്പം മനുഷ്യർക്ക് വിവാഹ ബന്ധത്തെ വേർപിരിക്കുവാൻ അനുവാദം ദൈവം കൊടുക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ദൈവ തിരുമുൻപിൽ തീരുമാനമെടുത്ത് കടന്നു വന്ന് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ജീവിച്ചോളാം എന്നുവരെ, അന്ത്യം വരെ, നമ്മുടെ അവസാന ശ്വാസം വരെ എന്ന് തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ വാക്ക് പറഞ്ഞാൽ ദൈവം ആ വിവാഹം ആശീർവദിക്കും. അത് സ്വർഗത്തിലാണ് ആ ആശീർവാദം നടക്കുന്നത്. ദൈവം ആശീർവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേർതിരിക്കാൻ പറ്റില്ല. അല്പ മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ ദൈവം ഈ മക്കളുടെ വിവാഹത്തെ ആശീർവദിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ളവരെ, വാട്ട് ഈസ് എ മാരേജ്? എന്താണ് മാരേജ് ലൈഫ്? പണ്ടുള്ളവർ പറയും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ മെറിനോട് പറഞ്ഞിട്ടുണ്ടാവാം, ഷായ്സിനോട് പറഞ്ഞിട്ടുണ്ടാവാം, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെക്കണം എന്ന്. നമ്മൾ പലരും കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഒരു ആശയം ഇറ്റ്സ് ആൻ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. വിവാഹ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് വിവാഹം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ആരും ഒതുങ്ങി ജീവിക്കേണ്ടുന്ന ഒരു ജീവിതമല്ല, മറിച്ച് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഷെയറിങ് എന്നാണ്. എന്താണ് കംപ്ലീറ്റ് ഷെയറിങ് എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ തൻ്റെ ശരീരവും തൻ്റെ മനസ്സും തൻ്റെ ചിന്തകളും തൻ്റെ സമ്പത്തും തൻ്റെ ആരോഗ്യവും എല്ലാം ഷെയർ ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴാണ് വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട അരീക്കൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളവും എന്നെ സംബന്ധിച്ചിടത്തോളവും കത്തോലിക്ക പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും വിവാഹം കഴിക്കാതെ കർത്താവിനോട് മാത്രം ഒട്ടിനിന്ന് ചേർന്ന് നിന്ന് ജീവിക്കുന്നത്. അപ്പൊ എന്താണ് വിവാഹ ജീവിതം? ചേർന്ന് നിന്ന് ജീവിക്കുവാൻ, എല്ലാം പങ്കുവെക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ കടന്നു വന്ന് അവനിൽ നിന്ന് ആശീർവാദം വാങ്ങിക്കുന്ന കൂദാശയ്ക്ക് വിളിക്കുന്ന പേരാണ് വിവാഹം. അതുകൊണ്ടാണ് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് വിവാഹത്തെ പറ്റി, വിശേഷാൽ വഹിക്കുന്നതാണ് വിവാഹം. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഡെഫിനിഷനാണത്. എന്താണ് ഈ വിശേഷാൽ വഹിക്കുക? എല്ലാവർക്കും പറ്റില്ല, എല്ലാം പങ്കുവെക്കുവാൻ എല്ലാവർക്കും പറ്റില്ല. ഇതൊരു വിശേഷാൽ ചിന്തയാണ്. എനിക്കുള്ളതൊന്നും ഇന്നു മുതൽ എൻ്റേത് മാത്രമല്ല, എൻ്റെ കൂടെ ജീവിതം പങ്കുവയ്ക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് വരുന്ന ജീവിത പങ്കാളിയുടേത് കൂടിയാണ്.
ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ പങ്കുവെക്കേണ്ടത് 3 കാര്യങ്ങളാണ്: മൈ ബീയിങ്, മൈ ഹാവിങ് ആൻഡ് മൈ ഡൂയിങ്. എന്താണ് മൈ ബീയിങ്? എൻ്റെ ഉള്ളം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനായിട്ട് പറ്റൂ. ഇന്ന് വിവിധങ്ങളായ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ മൊബൈൽ ഫോണിനും എന്തുണ്ട്? ലോക്കുണ്ട്. മനസ്സിന് താക്കോലിടാതെ, ലോക്കിടാതെ ജീവിതം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാം എന്ന് തീരുമാനമെടുക്കുന്നതാണ് വിവാഹ ജീവിതം. മെറീനയും ഷാജിസനും ഇന്ന് ദൈവ തിരുസന്നിധിയിൽ വാക്കുകൊടുത്ത് വിവാഹത്തിലേക്ക് ഈ കൂദാശയിലായിരിക്കുമ്പോൾ, വിവാഹ കൂദാശയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഇതാണ്: ഇന്ന് മുതൽ എൻ്റെ ഉള്ളം ആരുടെ ഉള്ളം കൂടിയാണ്? എൻ്റേത് മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിയുടേത് കൂടിയാണ്. എനിക്ക് മാത്രമായി രഹസ്യങ്ങളൊന്നുമില്ല, എനിക്ക് മാത്രമായി മനസ്സിൽ സൂക്ഷിക്കാൻ ഒന്നുമില്ല. ഇവിടെ ലോക്കുകളില്ല. രണ്ടാമതായി മൈ ഹാവിങ്, എനിക്ക് ഉള്ളതെല്ലാം ഇന്ന് മുതൽ ഷാജിസൻ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആരുടേത് കൂടിയാണ്? മെറീനയുടെ കൂടിയാണ്. മെറീനയ്ക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഷാജിസന്റെയുമാണ്. ഇതാണ് വിവാഹ ജീവിതം. പരസ്പരം എല്ലാം പങ്കുവയ്ക്കുന്നതാണ് ജീവിതം. അല്ലാതെ ഇവിടെ നമ്മുടെ പാർലമെന്റിലൊക്കെ പറയുന്നത് പോലെ ബഡ്ജറ്റ് വെക്കുന്ന, കണക്കവതരിപ്പിക്കുന്ന ഒരു ജീവിതമല്ല വിവാഹ ജീവിതം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇതെൻ്റേതാണ്, ഇതെൻ്റേത് മാത്രമാണ് എന്ന് വാദിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹ ജീവിതം ശ്രേഷ്ഠകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ പറ്റില്ല. ഷാജിസനും മെറീനയും ദൈവ തിരുസന്നിധിയിൽ ഇന്ന് തീരുമാനമെടുക്കേണ്ടത് എനിക്കുള്ളതെല്ലാം ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയുടേതുകൂടി ആയി മാറുകയാണ്. എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്പത്ത് മാത്രമല്ല, എൻ്റെ സമ്പത്ത് മാത്രമല്ല, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ആകുലതകൾ, എൻ്റെ ഇല്ലായ്മകൾ, ഞാൻ പട്ടിണി കിടക്കുന്ന നാളുകൾ, ഞാൻ സമ്പന്നതയിൽ ജീവിക്കുന്ന നാളുകൾ, അതെല്ലാം എൻ്റേത് മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിയുടേത് കൂടിയാണ്. മൂന്നാമത്തതാണ് മൈ ഡൂയിങ്. ഇന്ന് മുതൽ മെറീന ചെയ്യുന്നതിനെല്ലാം ഒരു ലേബലുണ്ട്. ഷാജിസന്റെ ഭാര്യ മെറീന ചെയ്തതാണ് അത്. ഇന്ന് ഷാജിസൻ ചെയ്യുന്നതിനെല്ലാം ഇന്ന് മുതൽ ഒരു ലേബലുണ്ട്: മെറീനയുടെ ഭർത്താവായ ഷാജിസൻ ചെയ്തത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇനി ഇവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മളെല്ലാവരെയും മക്കൾക്ക് വിളിച്ച് വിരുന്ന് കൊടുക്കാറുണ്ട്. നാട്ടിലുള്ള എല്ലാ വിഭവങ്ങളുമൊക്കെ ഒരുക്കി. ഇപ്പം എൻ്റെ നാട് ശാസ്താംകോട്ടയടുത്ത് ആണ്. അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ കക്ക വരെ ആൾക്കാർ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് വിളമ്പി നല്ല കറിയാക്കി കൊടുക്കും. കിട്ടാൻ ഇച്ചിരി പാടാണ്, ഈ കക്കയൊക്കെ വാരണമല്ലോ. പ്രിയമുള്ള എൻ്റെ അപ്പന്മാരെ, അമ്മമാരെ, ഇന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളായി ദൈവ തിരുസന്നിധിയിൽ വിവാഹ ജീവിതത്തിലൂടെ ഒന്നിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നാം മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉള്ളവും എനിക്കുള്ളതും എൻ്റെ പ്രവർത്തനങ്ങളും ഞാൻ പങ്കുവയ്ക്കുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് നല്ല കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അഭിനന്ദിക്കുന്നതും നമുക്ക് നല്ല വിരുന്നുകൾ ഒക്കെ വിളിച്ച് നൽകുന്നതും. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള അർത്ഥം നിങ്ങൾ മനോഹരമായി സന്തോഷത്തോടു കൂടി നിങ്ങളുടെ അവസാന ശ്വാസം വരെ ഈ ലോകത്ത് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ജോൺ അരീക്കലച്ചൻ്റെയും ഈ ഇടവക കൂട്ടായ്മയുടെയും, ഷാജിസൻ ഈ ഇടവകയുടെ മകനാണല്ലോ ഇപ്പോൾ, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുടെയും
ഈ ഇടവക കൂട്ടായ്മയുടെയും പ്രിയപ്പെട്ട നല്ലില ഗബ്രിയേൽ ദേവാലയത്തിൻ്റെയും സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിൻ പ്രാഗൽഭ്യത്തെ വിധിപോൽ ഭംഗ്യം ഘോഷിച്ചു. ഈ കിരീടങ്ങളിൽ വായിക്കപ്പെടുന്ന ശിരസുകൾ എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. മകുടം കർത്തൻ കയ്യാലിറങ്ങി അണിയിക്കും മകുടം രമ്യം. വൈദിക ശർമ്മാ ഇമ്പം നൽകൂ നാഥാ. മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനെയാ അണിയിക്കും മകുടം രമ്യം. സത്യമണാള വരുന്നേ നിന്നോടൊപ്പം ഞങ്ങൾ മോഹിച്ചിടും സദനം. കർത്താവ് നിന്നെ നീതിയുടെ കിരീടമണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാ അണിയിക്കും മകുടം രമ്യം. വൈദിക ഇമ്പം നൽകൂ നാഥാ. മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും Mens maior soia
മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാരേ അണിയും മകുടം രമ്യം മകുടം തിരുമുൾമുടിയോടുപമം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടുപമം. പരിശുദ്ധാത്മാവിന്റെ നാമത്തെല്ലാം ശ്രദ്ധിക്കപ്പെട്ട് ശുദ്ധമാക്കപ്പെടുന്നു. പ്രിയപ്പെട്ട ഷാജിന്റെ കയ്യിൽ കൊടുക്കുകയും ഷാജിന്റെ വധുവായി അവരോധിക്കപ്പെട്ടുകൊണ്ട് മറീനയുടെ കഴുത്തിൽ ഷാജിനെ കെട്ടുകയും ചെയ്യുന്നു. ശുഭചിഹ്നം വിജയ കൊടിത നമ്മെ രക്ഷിച്ചിടും ശ്രീബായി പുകഴുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാത്തിന്റെ യഥാർത്ഥ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മിശിഹാത്തിന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങളും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തന്റെ വലത് നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സലോപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ ആയിരുന്നവർക്ക് ചതിയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സഭയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്ച നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് നിന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട്
ഉടമ്പടി ചെയ്യുവാൻ സീനായ മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിക്കാം. ഇവൻ തോട്ടവിധാതാവേ, നീയാണന്യമണവാളൻ, സുഖകരമാം നിന്നുദ്യാന ഉടുത്തങ്ങൾ വീക്ഷിക്കന്നേ. സ്നേഹത്താൽ വൃത്തം വയ്പ്പൂ ആഹ്ലാദിക്കൂ നിന്നഴകിൽ, നീ ദൈവാത്മജനെന്നറിവൂ എന്തിടുകന്നേ നിൻ തോളിൽ. നാളും മാസവുമാണ്ടും ഞാൻ പാടിയുള്ളിൽ പോയി, നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ച് മോറിയോരാഹി മലയോവാനായി. നിന്നുടെ ആർദ്രതയേറും വാതിൽ തുറന്നീ, യാചന കേട്ടീനാത്മാക്കൾ മേൽ കൃപ ചൊരിയണമേ. ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശീസേകണം, തേജോലോകത്തിവരുടെ കാലം വാഴ്വാർന്നിടേണം. നാഗാദാസൻ ഇന്ദ്രനേന്ദി സ്തുതി പാടിടാനാ, ഇവരുടെ വദനമുതിർത്തും ഗാനം പാഴ്ത്തിയിടണമേ നീ. ഈ അവസരത്തിൽ വിശ്വാസങ്ങളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും തൽപരം നല്ല കാര്യങ്ങളും ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പിക്കുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധപിതാക്കന്മാർ നാം സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാന്യനായ പൂർവ്വപിതാക്കന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ ശംസിയാട് സിംഹാസനം ബലികടത്തിന്റെയും ശ്രീബായുടെയും വിശുദ്ധ എവൻഗേലിയന്റെയും ഈ സമൂഹത്തിന്റെയും മുൻപാകെയാകുന്നു എന്നെ ശ്രദ്ധിക്കുക. മനോദയങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നതിന്റെ സന്നിധിയിൽ എത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം പരിമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും.
പട്ടക്കാരും ശമാസന്മാരും വിശ്വാസികളായ ജനത്തിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ കന്യാമറിയാമന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലുത് നാം ഏവരിലും എന്നേക്കും ആവശ്യിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അനുശാസനങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി മരിച്ചുവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ളവയെ വിലകിനും കുറ്റമുള്ളതുമായുള്ള പ്രാർത്ഥനകൾ ഉന്നതസിംഹാസനം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is
Another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run? എന്താണ് ഹാപ്പിയാണോ രണ്ടുപേരും? ഹാപ്പിയാണ്. മെറീന, what about you? You were the one. ഹാപ്പിയാണ് അല്ലെ? അപ്പൊ ഈ ഒരു ഹാപ്പിനെസ്സിൽ പങ്കുചേരാൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ സ്റ്റേജിലേക്ക് വരണം, എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവൂ അല്ലെ? അപ്പൊ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? യെസ്. അപ്പൊ നമ്മുടെ ഗ്രൂമിന്റെ പാരന്റ്സ് ലേറ്റ് മിസ്റ്റർ ഷാജി സാറിനെ ഈ ഒരു നിമിഷം ഓർക്കുന്നു. നമ്മുടെ ഗ്രൂമിന്റെ മദർ മിസ്സസ് ഷീജ മാമിനെയും സിസ്റ്റർ ഷഞ്ജനയെയും ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷീജ മാം ആൻഡ് സഞ്ജന, പ്ലീസ് ജോയിൻ വിത്ത് us. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run? Second chance wasn't gone. What if you were the one? What if I wasn't done loving you? 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 ഈ ഒരു കേക്കിന്റെ മാധുര്യം പോലെ നിങ്ങളുടെ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. So ladies and gentlemen, നല്ലൊരു കൈയടി. Come on. Yes. We lit up with the sunrise, gets my heartbeat running wild. When you're here by my side, and we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി, കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി, കല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി
മുറ്റത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി. ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ? ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ? കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ, കടവിൽ നിൽക്കയാണിന്നോളവും. നോറ്റു കാത്തു നിന്ന് നോക്കി നോക്കി നോറ്റിരുന്നു, കാൽക്കുഴഞ്ഞേ കൈകുഴഞ്ഞു. നാലു നിലപ്പന്തലിൽ നീ നാലാളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും, എന്നിനി എന്നിനി എന്നു വരും. അല്ലയേ അല്ലയേ കാട്ടില മഴയേ അല്ലല്ലേ അല്ലടൂ സെദര പദര ഉടുവന ഒദര അല്ലല്ലേ അല്ലടൂ ബ്ലഡ് 10,000 മാറാവ കൊണ്ട് അച്ചാടി നീ എത്തനയോ വർത്തനല പാത അത്തനയും വർത്തിനിത ആക യാരും ഇല്ല സെഞ്ചുറി വച്ച് ജസ്റ്റ് അനദർ പേഴ്സൺ ഇൻ പാത ഇച്ചവല ഹിസ്റ്ററിയ കേട്ടാ മണ്ണനാ വന്ദനാ ഊരലര കണ്ണനാ തൊട്ടനാ പൂമലര എന്നെന്ന சொல்ல എന്നവല്ല யாரும் இல்ல ராஜாதி ராஜனா ராவண ராவண மண்ணனா வந்தனா ഊരലര കണ്ണനാ തൊട്ടനാ പൂമലര എന്നെന്ന சொல்ல എന്നവല്ല யாரும் இல்ல ராஜாதி ராஜனா ராவண ராவண. യാത്ര പോ പലേ കാലം വെറും തോന്നലോ ചിരം സത്യമെന്നാകുമോ? ഒരു കൊച്ചിക്കായലിന്റെ കരപറ്റിപ്പാറി ഇഹലോകക്കാറ്റിനുള്ളിൽ പരലോകങ്ങൾ. കനവിട പാകുന്നോർ മുകിലലയേറുന്നോർ അഴലുകൾ പലരിവർ നിഴലുകൾ പലരിവർ ഒന്നിച്ചെങ്ങോട്ടെങ്ങോട്ടാ മോഹങ്ങൾ ഒരു ശകടമിതേറെ ഇവിടെ വിട വിട വിടയ്ക്കും പല മുകിലും ഉയരുകൾ പലരൊന്നിച്ച് ഒരു മലമുകളേറെ സ്മരണയിലലയും പോലെ. കൺവെട്ടത്തുള്ളത് കാണാത്തോരാം ചിലർ ആരാരും കാണാ കാഴ്ചകൾ കണ്ടു കലങ്ങ